ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ കായും ചെറുപയറും കൂടെയുള്ള തോരനാണ്. ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പച്ചക്കായും ചെറുപയറുമാണ്. ഇവിടെ ഞാൻ പച്ചക്കായ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ചെറുപയർ വേവിച്ചും വെച്ചിട്ടുണ്ട്. പച്ചക്കായ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി, B6, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ചെറുപയറിൽ വൈറ്റമിൻ എ, ബി, സി, ഇ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ഇത് അയൺ, കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവയുടെ ഒരു ഉറവിടവും കൂടിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെയും ബ്ലഡ് ഷുഗറിനെയും നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ കൂടി ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കുക. കാ വേകുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുകയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: അരമുറി തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാ ആവശ്യത്തിന് വേവായി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും അരപ്പും ചേർത്ത് നന്നായി ഇളക്കി ഒരു 2-3 മിനിറ്റ് ചെറിയ ചൂടിൽ വേവിക്കണം. ഇപ്പം നമ്മുടെ കാ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി പുതിയൊരു വിഭവവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.